ഹലോ, സാവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് നാളെ കൂടി ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ന്യൂസിലൻഡിലുള്ള മൈഗ്രൻസിനൊക്കെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു പുതിയ അനൗൺസ്മെന്റ് ആണ് ഇമിഗ്രേഷൻ ന്യൂസിലൻഡിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ നമുക്ക് രാജേഷ് സാറിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പൊ ഗുഡ് ഈവനിങ് സർ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ കമ്മിങ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ കുറെ നാൾ കൂടി നമ്മൾ ചെയ്യുന്ന വീഡിയോ നമുക്ക് എന്താണ് മൈഗ്രൻസിനൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. പേരന്റ് ബൂസ്റ്റ് വിസിറ്റർ വിസ. അപ്പൊ അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. എന്താണ് പേരന്റ് ബൂസ്റ്റ് വിസിറ്റർ വിസ, അപ്പം അതെപ്പോഴാണ് പ്രാബല്യത്തിൽ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ധോണിയ പറഞ്ഞ ശരിയാണോ, ഒത്തിരി കാലം കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ അല്ലേ. Work has been very busy എന്നാ ചെയ്യാനാ. Anyway, and congratulations. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു കൊച്ചൊക്കെ ഉണ്ടായി അതെല്ലാം കൂടിയാണ്. അതെ, ഇപ്പൊ ഈ കൊച്ചുണ്ടായത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ന്യൂസ് കേട്ടപ്പോ കൂടുതൽ സന്തോഷം. കാരണം ഈ ഫാമിലി ആയിട്ട് പിള്ളേരുടെ കാര്യങ്ങളും പിന്നെ ജോലിക്ക് പോകേണ്ടവരും കൂടെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പേരൻസിന് ഇങ്ങനെ ഒരു വിസ കിട്ടാന്ന് പറയണേ എല്ലാവർക്കും ഭയങ്കര ഒരുപാട് പേര് ആഗ്രഹിച്ചിരിക്കുന്നതാണ്. കാരണം വിസിറ്റർ വിസ ഇടുന്നു, പിന്നെ തിരിച്ചു കയറി പോകുന്നു, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടോ, അധികം നാളില്ല. ഇതൊരു 5 year അല്ലെ 10 year എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. അപ്പം ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ വിചാരിച്ചു. ഇതിനകത്ത് നമ്മള് അനൗൺസ്മെന്റ് ആദ്യം വായിക്കുമ്പോൾ തന്നെ അവർ ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾ ഈ പാരന്റ് ബൂസ്റ്റ് വിസിറ്റേഴ്സ് വിസ എന്തിനാ ചെയ്തിരിക്കുന്നത് ടു അട്രാക്ട് മോർ skilled employees or skilled migrants. ഈ skilled migrants especially high paid jobs like nurses അതുപോലത്തെ ആളുകൾ. ഇവർക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഷിഫ്റ്റ് ജോലികൾ, അപ്പം പിള്ളേരെ നോക്കാൻ പറ്റും. സോ അതൊരു വലിയൊരു ഹിൻഡ്രൻസ് ആയിരുന്നു, ഇംപെഡിമെന്റ് ആയിരുന്നു ഇങ്ങോട്ട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാതിരിക്കുന്നത്. സോ അത് കവർ ചെയ്യാനായിട്ടാണെന്നാണ് ഇവര് അനൗൺസ്മെന്റിൽ പറഞ്ഞത്. സോ ആസ് യു സെഡ് ഇത് 5 വർഷമാണ് ഇനിഷ്യലി, പിന്നെ 1 വർഷം, പിന്നെ അത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ ഓൾ ഓഫ് 10 years. നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്യണം, ദിസ് ഇസ് കോൾഡ് ആസ് പാരന്റ് ബൂസ്റ്റ് വിസിറ്റേഴ്സ് വിസ അല്ല, അത് ഇറ്റ് ഇസ് നോട്ട് റെസിഡൻസി, ഇറ്റ്സ് നോട്ട് പാർട്ട് ടു റെസിഡൻസി. വളരെ ക്ലിയർ ആണ്, ഇമിഗ്രേഷൻ വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് ഓൺലി എ വിസിറ്റേഴ്സ് വിസ. പക്ഷേ 5 വർഷമാണ്. അതിനകത്ത് ആദ്യത്തെ 3 വർഷം കഴിയുമ്പോൾ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ട് പോയി ഹെൽത്തിന്റെ ഒന്ന് ചെയ്തിട്ട് തിരിച്ചു വന്ന് അവിടെ ഹെൽത്ത് അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ തിരിച്ചു കയറി, അല്ലെങ്കിൽ വിസ ക്യാൻസൽ പ്ലസ് ക്യാരക്ടർ റിക്വയർമെന്റ്സ് ഇതിനകത്തുണ്ട്. ഗ്രാൻഡ് ഇപ്പോൾ ക്യാരക്ടർ നോക്കും. പക്ഷേ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ നമ്മുടെ അഗെയിൻസ്റ്റ് ആയിട്ട് വല്ല പോലീസ് കേസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നു. സോ അതും പ്ലസ് ഹെൽത്തിന്റെ. ഇതിനകത്ത് വേറൊരു മേജറായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് വേണം, ഇൻഷുറൻസ് വേണം. ഈ വരുന്ന പാരന്റ്സിന് ഇൻഷുറൻസ് വേണം. സോ $250,000 കവറുള്ള എമർജൻസീസ് ആൻഡ് ക്യാൻസർ ട്രീറ്റ്മെന്റ് and $100,000 and all these things. But again, ഇതിന്റെ ഫൈൻ ഡീറ്റെയിൽസ് ഓഗസ്റ്റിലാണ് റിലീസ് ചെയ്തുള്ളൂ. അപ്ലിക്കേഷൻസ് വിൽ ഓപ്പൺ ഓൺ 29th of September 2025 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് മോർ ഡീറ്റെയിൽസ് ഓൺ ദ പ്രോസസ് വിൽ ബി അവൈലബിൾ ക്ലോസർ ടു ദിസ് ഡേറ്റ്. ഇപ്പോൾ ഓഗസ്റ്റിൽ കിട്ടുന്നതാണ്. വേറെ സ്ഥലത്ത് ഞാൻ കണ്ടത് ഇൻഫർമേഷൻ വരത്തില്ല. ആസ് ഐ സേ ഇപ്പോഴും വന്നൊരു ബെയർ ബോൺസ് മാത്രമേ ഉള്ളൂ. ആൻഡ് സോ വി ഓൾ നോ ഇങ്ങനെ ഒരു വിസ വരാൻ പോകുന്നത്. സോ വി ഓൾ ഗെറ്റ് പ്രിപ്പയർഡ്. ആൻഡ് പിന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അതിന്റെ കോസ്റ്റ് എത്രയാണ്? ഇപ്പം പേരൻസ് ഇപ്പൊ ഒരാളല്ല, ഇപ്പൊ 2 പേർക്ക് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് വേരിയേഷൻ വരുന്നത്, അതിനെ പറ്റി പറയാം. ഇതിനകത്ത് ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 3,000 ആണ് പറയുന്നത്. ബട്ട് അത് നമ്മൾ വായിക്കുമ്പോൾ ഐ ഗെറ്റ് ദ ഇംപ്രഷൻ ദാറ്റ് ഇറ്റ് ഇസ് പെർ പേഴ്സൺ. അപ്പൊ 2 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ 6,000 ആയിരിക്കും. ഐ എം നോട്ട് കോട്ട് മീ ഓൺ ദാറ്റ്, എനിക്കത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. നമ്മളിത് നോക്കുമ്പോൾ ഇത് വായിക്കുമ്പോൾ പെർ പേഴ്സൺ $3,000 എന്നാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ്. അപ്പൊ സ്പോൺസർഷിപ്പ് ചെയ്യണമെങ്കിൽ അത് 3 അതിങ്ങനെ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യണമെങ്കിൽ 3 കാറ്റഗറി ഉണ്ട്. ഒന്നെങ്കിൽ യു ഷുഡ് ബി സ്പോൺസർഡ് ബൈ യുവർ കിഡ്സ്, ബൈ യുവർ ചിൽഡ്രൻ. ദാറ്റ് ഈസ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രൈമറി ആപ്ലിക്കന്റ് പാരന്റ് ഷുഡ് ബി സ്പോൺസർഡ് ബൈ ദ കിഡ്സ് ഓർ കിഡ്സ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ദ പാരന്റ് ഷുഡ് ഹാവ് ഇൻകം ഈക്വലന്റ് ടു $32,611.25 per person ആണെങ്കിൽ. 2 പേരാണെങ്കിൽ $49,552.88 ന്യൂസിലൻഡ് ഡോളേഴ്സ്. അത്രയും ഇൻകം അവർക്ക് ഇന്ത്യയിൽ കാണണം. നമുക്ക് ഓബ്വിയസ്ലി ഇന്ത്യയിൽ കാണണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ
ഇപ്പോൾ ഒരു പേരന്റ് ആണെങ്കിൽ $160,000 ഇൻവെസ്റ്റ്മെന്റോ അസെറ്റോ കാണണം, രണ്ട് പേരാണെങ്കിൽ 250,000 ഫോർ കപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഫീസ്, ആപ്ലിക്കേഷൻ ഫീസും ഷുഡ് ബി സെപ്പറേറ്റ് ആയിരിക്കും എന്നാണ് സംശയം. ഇറ്റ്സ് നോട്ട് ക്ലിയർ. അത് നമുക്ക് ഓഗസ്റ്റ് നമുക്കറിയാം. അപ്പം ഈ പിന്നെ സ്പോൺസർഡ് ബൈ ദ ചൈൽഡ് എന്ന് പറയുന്നില്ല, ചൈൽഡ് ഓർ ചിൽഡ്രൻ, അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ സേ ഫോർ ഇൻസ്റ്റൻസ് റോണിയയുടെ മദറിനെ മാത്രം സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ റോണിയയുടെ മീഡിയം വേജ് പറഞ്ഞാൽ നിങ്ങളുടെ സാലറി ഷുഡ് മീറ്റ് ദ മീഡിയം വേജസ് $33.56 per hour. അത് മീറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് അത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരന്റ് നിങ്ങൾ സിംഗിൾ ആയിട്ട് നിങ്ങൾ ചെയ്യാം. അത് ഇല്ല, പറ്റില്ല എന്ന് വരുവാണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡിനെയും കൂടെ, ഇപ്പൊ ജോസിനെയും കൂടെ കൂട്ടിച്ചേർത്ത് ചെയ്യണമെങ്കിൽ 1.5% of the medium wage work in. That is 1.5 times of the median wage between both of you. Plus, രണ്ട് പേരൻസ് ഇപ്പോൾ നിങ്ങളുടെ ഫാദറിനെയും മദറിനെയും ചെയ്യണമെങ്കിൽ സോ മീഡിയം വേജ് നിങ്ങൾ രണ്ടുപേരും ചെയ്യുവാണെങ്കിൽ കേസ് രണ്ടുപേരും കൂടെ ചെയ്യുവാണെങ്കിൽ 1.5 times of the medium wage for one person. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആളിനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 0.5% കൂടെ കൂടുതൽ കാണും. So that is how it works. And the clear calculations will be more although it's almost clear ആണ്, എന്നാലും ഇതിനെക്കാട്ടിലും കൂടുതൽ ക്ലിയർ ആയിട്ട് ഓഗസ്റ്റിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ആദ്യം നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 5 yearsന്റെ ആയിരിക്കാം, അല്ല 3 yearsന്റെ ആയിരിക്കാം. 3 years കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ആള്, ഈ പാരന്റ് എക്സിറ്റ് ചെയ്യുക, ഇന്ത്യയിലോട്ട് എക്സിറ്റ് ചെയ്യുക, വീണ്ടും മെഡിക്കൽ ചെയ്യുക, ആ മെഡിക്കലിന്റെ പ്രോസസ്സിൽ അവരവിടെ നിൽക്കുക, പിന്നെ റിമൈനിങ് ആയിട്ടുള്ള ടൈമിന് വേണ്ടിയിട്ട് തിരിച്ചു കയറി വരിക. അപ്പൊ 5 years കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് വീണ്ടും അവർക്ക് തിരിച്ച് നാട്ടിൽ കയറി പോയിട്ട് ആപ്ലിക്കേഷൻ ടൈമിൽ വെളിയിൽ നിൽക്കണം. അവര് ഓഫ്ഷോറിലാക്കി. ഈ പാരന്റ് അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈ പാരന്റ് ബൂസ്റ്റ് വിസിറ്റേഴ്സ് വിസ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വെളിയിലായിരിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് 5 yearലേക്ക് മൊത്തം 10 years, all of 10 years. നമുക്ക് സംശയം എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇൻഷുറൻസ് ആയിരിക്കണം, ഫുള്ളി കവേർഡ് ആയിരിക്കണം. അപ്പോൾ ഈ അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ ആ ഇൻഷുറൻസിന്റെ പ്രൂഫ് നമ്മൾ കാണിക്കണം. ആ ഒരു ഇൻഫർമേഷൻ ഇസ് നോട്ട് ക്ലിയർ. അവർ പറഞ്ഞുകൊണ്ട് ഇത് ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഇൻഫർമേഷൻസ് ഒക്കെ ഓഗസ്റ്റിൽ നമുക്ക് വരും ക്ലിയർ ആയിട്ട്. പക്ഷെ അവർ ആ ക്രൈറ്റീരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര ഇൻഷുറൻസ് വേണം. അത് ന്യൂസിലൻഡിൽ നിന്ന് എടുക്കാം, ഇന്ത്യയിൽ നിന്ന് എടുക്കാം, ഓവർസീസിൽ നിന്ന് എടുക്കാം. പിന്നെ ഇൻഷുറൻസിൽ നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് കവർ ആകത്തില്ല, അതെല്ലാം ഉണ്ട്. സോ ഏജിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്, അതെല്ലാം ഉണ്ട്. സോ എന്താ പറയുന്നത്, ഹെൽത്തി ആയ പാരന്റ്സ് ഉണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഇതാണ്. അതെ, ഇത് ചോദിക്കാണ് റെസിഡൻസി. ഇപ്പൊ പലരും റെസിഡൻസിക്ക് വേണ്ടി, പാരന്റ്സിന്റെ റെസിഡൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അതിപ്പോ ഈ ബാലറ്റ് വഴി അങ്ങനെ ഇട്ട് ബാലറ്റിൽ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവർ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഉള്ളൂ വിളിക്കുള്ളൂ. അപ്പം ഇതുമായിട്ട് അത് ബന്ധമുണ്ടോ, അല്ലെ ഇത് വന്നതുകൊണ്ട് അതിനൊരു ബെനിഫിറ്റ് ഉണ്ടോ? അങ്ങനെ അതൊരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആയിട്ടാണ് പോകുന്നത്. അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ. ഇതിനൊന്നും ഒരു ബന്ധമില്ല. സോ ദിസ് ഇസ് ബേസിക്കലി വിസിറ്റേഴ്സ് വിസയ്ക്കും റെസിഡൻസിക്കും ഒരു കണക്ഷൻ, ബിക്കോസ് ഇത് രണ്ട് ടൈപ്പ് ആണ്. One is a temporary category, next is a permanent category. ഈ ടെമ്പററി കാറ്റഗറിയിലാണ് വിസിറ്റേഴ്സ് വിസ, വർക്ക് വിസ ഒക്കെ വരുന്നത്. പെർമനന്റ് കാറ്റഗറി വേറെ റെസിഡൻസ്. ഇതിന്റെ റിക്വയർമെന്റ്സിന്റെ ത്രെഷോൾഡ് ഈ ടെമ്പററി കാറ്റഗറിക്ക് കുറവും പെർമനന്റ് കാറ്റഗറിക്കും വളരെ കൂടുതലുമാണ്. അത് കാരണമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് മാച്ച് ചെയ്യാൻ പറ്റില്ല. വിസിറ്റേഴ്സ് വിസ നിങ്ങൾ 5 വർഷം നിന്നല്ല 10 വർഷം നിന്നെന്ന് പറഞ്ഞ ഒരു കാരണം നിങ്ങൾക്ക് റെസിഡൻസിയുടെ സ്പെഷ്യൽ കൺസിഡറേഷനോ അല്ലെ പ്രിഫറൻസോ ഒന്നും കിട്ടത്തില്ല. അത് പലരും അത് ഒരു മിസ്റ്റേക്ക് ചെയ്യാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ അവർ US പോയി 5 വർഷം 6 വർഷം നിന്ന് കഴിഞ്ഞാൽ ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യാന്ന് പറയുന്ന പോലെ അങ്ങനെ ആയിരിക്കും ഒരു ഓർക്കും. ബട്ട് അത് അങ്ങനെയല്ല. ദിസ് വെരി ക്ലിയർലി അവർ പറഞ്ഞിരിക്കുന്നത് പാരന്റ് ബൂസ്റ്റ് വിസിറ്റേഴ്സ് വിസ. പിന്നെ അത് മാത്രമല്ല, ഇവരെ മൊത്തം ഇത് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദേ ആർ ടാർഗറ്റിംഗ് യങ് പ്രൊഫഷണൽസ്. അവരുടെ പേരൻസിനെയാണ് യങ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30, 35, 40 ആ കാറ്റഗറിയിലുള്ള പ്രൊഫഷണൽസിന്റെ ആണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവർക്കായിരിക്കും യങ് ആളുകൾക്കല്ല യങ് ഫാമിലി ഉള്ളത്. അവരുടെയും പേരൻസും won't be that old. മനസ്സിലായി? അതാണ് ഇവർ കവർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ഫെന്റാസ്റ്റിക് മൂവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി യങ് പ്രൊഫഷണൽസിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള മൂവാണ്. ബിക്കോസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് നമ്മുടെ പുതിയ ഇമിഗ്രേഷൻ മിനിസ്റ്റർ കയറി വന്നപ്പോൾ ഫസ്റ്റ് തിങ് പുള്ളിക്കാത്തി പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്രഡിറ്റഡ് എംപ്ലോയി വർക്ക് വിസ വഴി വി വർ എക്സ്പെക്ടിങ് ടു ഹാവ് മോർ സ്കിൽഡ് പീപ്പിൾ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്നാ നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പൊ വന്നിരിക്കുന്നത് ഒത്തിരി അൺസ്കിൽഡ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത് സ്കിൽഡിനെ കാട്ടി. സോ ദാറ്റ് ഈസ് വൺ കൺസേൺ പുള്ളിക്കകത്ത് ഒരു വൺ ഓഫ് ദ ഇന്റർവ്യൂസിൽ പറഞ്ഞായിരുന്നു മിനിസ്റ്റർ ആയിട്ട് കയറിയ സമയത്ത്. അപ്പൊ അത് കാരണം എനിക്ക് ഇങ്ങനത്തെ വഴി കൂടെ ഈ മോർ യങ്ങർ ജനറേഷനെ അവർ അട്രാക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവർക്ക് ഒരു വൺ ഓഫ് ദ ഇംപീഡിമെന്റ്സ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് സോ ഫാർ അവേ. ഇപ്പൊ യൂറോപ്പിലോ അല്ല ഇന്ത്യയിൽ കുറെ ഇവിടെ വരണമെങ്കിൽ എത്രയാ 10 hours ഫ്രം സിംഗപ്പൂർ 15 hours ഫ്ലൈയിങ് തന്നെ ഉണ്ട്. ഇറ്റ്സ് സോ ഫാർ അവേ. അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും ഇല്ലെങ്കിലും കഷ്ടപ്പെടത്തില്ല യങ് ഫാമിലി ആണെങ്കിൽ. അതിനായിട്ടാണ് ഇതെന്നാണ് എന്റെ ഒരു നോട്ടം. സ്റ്റിൽ യങ് ആയിട്ടുള്ള കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ഉള്ളവർക്ക് ഇപ്പൊ പ്രസിഡൻസി ഉള്ള ഓപ്ഷൻ എന്ന്, പക്ഷെ അതിന് കുറെ റിക്വയർമെന്റ്സ് ഉണ്ട്. ഈ പാരന്റ്സ് ഇംഗ്ലീഷ് പാസ്സാവും അങ്ങനെ. അപ്പൊ അതൊരു ഭയങ്കര ഒരു എന്തോ ബാലികറമിലായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഓപ്ഷനാണ്. ഒരു 5 years 10 years ഒക്കെ കിട്ടുവാണെങ്കിൽ കുഞ്ഞുങ്ങളൊന്ന് വലുതാകുന്ന ആൾക്കാർ വീട്ടിലുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേരന്റ്സ് ഒക്കെ വില്ലിംഗ് ആയിട്ടുണ്ടാവും എന്നറിയില്ല. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട്. പിന്നെ അല്ല നമ്മുടെ ഇന്ത്യൻസിന് പാരന്റ്സ് അല്ല ഗ്രാൻഡ് കിഡ്സിനെയും അവർ പിള്ളേരെ നോക്കുന്നത്. പിന്നെ ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്ന ഇപ്പം മക്കളെല്ലാം ഇവിടാണ് ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുന്നത് പാരന്റ്സ് സന്തോഷമായിട്ട് വരും. അതെ ഉറപ്പായിട്ട് ഒരു നല്ല ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരുപാട് പേര് ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾക്കറിയാം, നമ്മളോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ സാറിന് വേണ്ടി വെയിറ്റ് ചെയ്ത്. സാറ് നാട്ടിലായിരുന്നു, പിന്നെ തിരിച്ചു വന്നു. എനിവേ അത് മാത്രമല്ല റോണിയ, നമുക്ക് ഇതിനകത്ത് അത്രയും ഇൻഫർമേഷൻ ഇല്ല. അതാണ് നമ്മള് ചാടി കയറി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടും കാര്യമില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഉള്ളത് വെച്ച് ചെയ്യുവാണ്. ബിക്കോസ് അറ്റ്ലീസ്റ്റ് വി നോ ഓഗസ്റ്റിൽ മോർ ഇൻഫർമേഷൻ വരും എന്നുള്ളത്. അതെ, ഒരു ഹെഡ്സ് അപ്പ് എല്ലാവർക്കും. സോ വാച്ച് ദ സ്പേസ് എന്ന് പറയുന്ന പോലെ ചെയ്യാം. അതാണ് കൂടുതൽ ഇൻഫർമേഷൻ. നന്നായിട്ട് സെപ്റ്റംബറിലേക്ക് എല്ലാവരും പ്ലാൻഡ് ആയിട്ട് നിൽക്കുക. ഫണ്ട് ഒക്കെ കാണിക്കാനുള്ളവർ പിന്നെ വേറെ വെരി ഇമ്പോർട്ടന്റ് ക്ലാസ് ഞാൻ വിട്ടുപോയി. ഇതിന് ആരാ എലിജിബിൾ എന്ന് പറഞ്ഞാൽ സ്പോൺസറിങ് ചിൽഡ്രൻ ഷുഡ് ബി ഐദർ റെസിഡന്റ് ഓർ എ സിറ്റിസൺ. വർക്ക് വിസയിലുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ ദിസ്. പക്ഷെ അതാണ് പറയുന്നത്, വർക്ക് വിസയിലുള്ളവർ എത്രയും പെട്ടെന്ന് റെസിഡന്റ് ആവാതെ വഴി നോക്കുക, റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുവാണ്. അതെ, ബിക്കോസ് എന്നൊക്കെ ചേഞ്ചസ് വരും നമുക്ക് അറിഞ്ഞുകൂടാ. അടുത്തൊരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ഗ്രാൻഡ് പേരന്റ് വിസ ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ ഇപ്പം ഞങ്ങളുടെ അമ്മയാണെങ്കിൽ ഗ്രാൻഡ് പേരന്റ് വിസയിലാണ്. അപ്പൊ അതിലെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? അപ്പൊ ഇതും എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു റെസിഡൻസിയെ പോലെ. ഗ്രാൻഡ് പേരന്റ് വിസ സ്റ്റോപ്പ് ആയോ അതോ? അതുകൊണ്ട് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇപ്പൊ ഒരു പാരന്റിന് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ വിസിറ്റേഴ്സ് വിസയിൽ വരാം, നോർമൽ വിസിറ്റേഴ്സ് വിസയിൽ വരാം, ഇറ്റ്സ് കമ്മിങ് ഫോർ 3 months or 6 months. അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ് വിസിറ്റേഴ്സ് വിസയിൽ വരാം, which is for 3 years, but maximum 18 months താമസിക്കാം all up. അതുകൊണ്ട് പ്ലസ് ഇതും കൂടെ. So this is a third one. This is actually this is not a grandparent visa. This is a parent visa. So for kids to bring their parents to support them. അതാണ് അതിൻ്റെ സപ്പോർട്ട് ആൻഡ് ഫാമിലി റിലേഷൻഷിപ്പ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അതാണ് ഇത്. സോ ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ there was always a big push for quite a long time ഇമിഗ്രേഷനിൽ. ഈ ഇങ്ങോട്ട് ഇമിഗ്രൻസ് വരാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലി മെച്ച ആളുകളെ ഇവിടെ വരാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതിനായിട്ടാണ് ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്നത്, ടു അട്രാക്ട് മോർ സ്കിൽ മൈഗ്രൻസ്. അതാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. നമ്മൾ പ്ലാൻഡ് ആയിട്ട് പ്രിപ്പയർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ സെപ്റ്റംബറിൽ തുടങ്ങുമ്പോൾ തന്നെ ഇടാം. പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ പാരന്റ്സ് ഉണ്ടെങ്കിൽ അവര് തിരിച്ചു പോകണം. സോ അവർ ഇവിടെ ഓൾറെഡി ഓഫ് ഷോർ ആയിരിക്കും. അപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് ഓഫ് ഷോർ ആയിരിക്കും. ഇപ്പോൾ റോണിയുടെ അമ്മയുടെ കാര്യം പറഞ്ഞില്ല, അപ്പൊ അവർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അമ്മ ഓഫ് ഷോറിൽ പോകണം. ഓഫ് ഷോറിൽ നിന്ന് അവിടെ ഹെൽത്തും ചെയ്യണം, പ്ലസ് PCC എടുത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അവർ പറയുന്ന പ്രോസസ്സിംഗ് 4 months എന്നാണ് പറയുന്നത്. ബട്ട് അഗെയിൻ ഡിപ്പെൻസ്. അത് 4 months പറഞ്ഞ 4 months തന്നെ 4 months ആവത്തില്ലായിരിക്കും. ചിലപ്പോൾ 4 months കിട്ടത്തുമില്ല. അത് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ ഡിപ്പെൻസ് അപ്പോൺ വാട്ട് ആർ ദി ഇൻഫർമേഷൻ യു ആർ ലുക്കിംഗ് ഫോർ. ഒരു പുതിയ വിസയാണ്, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വരാനായിട്ട് സമയമെടുക്കും. എന്തായാലും ഓഗസ്റ്റിൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഡെഫിനറ്റ് ചെയ്യാം. പിന്നെ ആപ്ലിക്കേഷൻസ് വന്നു തുടങ്ങി കഴിയുമ്പോൾ കൂടുതൽ ഇൻഫർമേഷൻസ് ഇനി ചേഞ്ചസ് വരുവാണെങ്കിൽ അത് കിട്ടും. അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കുറെ അറിയാൻ പറ്റും. അപ്പം താങ്ക് യു. വലിയൊരു ഹോൾ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ആയിരുന്നു. അതെ, ഒത്തിരി ഇൻഫർമേഷൻ കൊടുത്ത ഇൻഫർമേഷൻ ഓവർലോഡ് ആയി. എന്തായാലും വളരെ സന്തോഷം.
അപ്പം നമ്മൾ ഈഗർലി വെയിറ്റിംഗ് ആണ്. അപ്പം ഇന്നത്തെ സെക്ഷൻ എന്നാ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു ഇൻഫോർമേറ്റീവ് സെഷനായിട്ട് വീണ്ടും കാണാം. വീണ്ടും നമുക്ക് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂസ് ആണ് നമ്മളിപ്പോ ഇനിയിപ്പോ പ്രിഫർ ചെയ്യാൻ പോകുന്നത് അല്ലേ? അതെ. അപ്പൊ ഇനി ഒരു അടുത്ത നല്ലൊരു സെക്ഷനുമായിട്ട് വരുന്നവരെ ബൈ.